MTക്ക് പിന്നാലെ KLF വേദിയിൽ രാഷ്ട്രീയ വിമർശനവുമായി എഴുത്തുകാരൻ M മുകുന്ദനും എത്തി. ഇപ്പോഴുള്ളത് കിരീടങ്ങൾ വാഴുന്ന കാലമാണ്. സിംഹാസനത്തിലിരിക്കുന്നവരോട് സിംഹാസനം ഒഴിയൂ എന്നാണ് പറയാനുള്ളത്. കിരീടത്തെക്കാൾ ചോരയ്ക്കാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കണമെന്നും M മുകുന്ദൻ പറഞ്ഞു. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെയായിരുന്നു പരാമർശം. നമ്മുടെ ചോര, ഒരു തുള്ളി ചോര എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും കിരീടമാണ് കൂടുതൽ ശക്തി ആർജിച്ചു വരുന്നത്. ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾക്ക് ഒരു അവബോധം ഉണ്ടാകണം. പിന്നെ ഒരു തുള്ളി ചോരയ്ക്ക് ഒരു കിരീടം അണിയുന്ന തലയിൽ നിന്ന് തെറിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം. തന്റെ വിമർശനം എല്ലാ ഭരണാധികാരികൾക്കും ബാധകമാണെന്ന് M മുകുന്ദൻ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. VA ഗിരീഷും അഭിജിത്ത് മുഴക്കുന്നും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. VA ഗിരീഷിലേക്കാണ് ആദ്യം പോകുന്നത്. ഗിരീഷ്, MTയുടെ ആ ഒരു പ്രതികരണം, പരാമർശം, അതിനുശേഷം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. അത് സോഷ്യൽ മീഡിയയിലാകട്ടെ മാധ്യമങ്ങളിലാകട്ടെ എല്ലാ വിഭാഗങ്ങളും പരസ്പരം അത് സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചതാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അതല്ല കേന്ദ്ര സർക്കാരിനെയാണെന്ന് മറുവിഭാഗം പറയുന്നു. അതേ തുടർന്നുണ്ടായ പൊല്ലാപ്പുകളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി അതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു. സ്വയം വിമർശനം അത് തീർച്ചയായും ഉണ്ടാകും. ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെ? MTയുടെ വിമർശനങ്ങൾ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുകയും പലതരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ കടക്കുകയും ചെയ്തിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ സ്മിത സൂചിപ്പിച്ച പോലെ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ ഇത് ഇടയാക്കി. അപ്പോഴും CPIM ഇക്കാര്യത്തിൽ എന്താണ് തങ്ങളുടെ നിലപാട് എന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഈ കാര്യത്തിലുള്ള നിലപാട് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. ഇത് MT പറഞ്ഞത് സംസ്ഥാന സർക്കാരിനെ കുറിച്ചല്ല എന്ന് സൂചിപ്പിക്കുമ്പോഴും അതിന്റെ വിമർശനം ഉൾക്കൊള്ളാൻ CPIM തയ്യാറാണ് എന്ന് വ്യക്തമാക്കുകയാണ് MV ഗോവിന്ദൻ. സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ ഉള്ളവർ ഉന്നയിക്കുന്ന വിമർശനത്തെ കാതുകൂർപ്പിച്ച് തന്നെയാണ് CPIM കേൾക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ വരുത്തും. എല്ലാവരുടെയും വിമർശനത്തെ ശരിയായ രീതിയിൽ തന്നെയാണ് കാണുന്നത്. എന്നാൽ MT ഇക്കാര്യം ആദ്യം പറഞ്ഞത് 2003-ലാണ്. അന്ന് AK ആന്റണി സർക്കാരാണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ലോകത്തിന്റെ ഒരു പൊതുചിത്രമാണ് ഇപ്പോൾ MT ഉന്നയിക്കുന്നത്. അത് പതിറ്റാണ്ട് കഴിഞ്ഞാലും പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ MT ഉന്നയിച്ചിരിക്കുന്ന വിമർശനങ്ങൾ അത് പാർട്ടി തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും, സർക്കാർ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നത്. സ്ഥിത ശരി, VA ഗിരീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. അഭിജിത്ത് മുഴക്കുന്നുകൂടി ചേരുന്നുണ്ട്. അഭിജിത്ത്, MTക്ക് പിന്നാലെ ഇപ്പോൾ M മുകുന്ദനും എത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് വലിയ പ്രതിസന്ധികൾ മറികടന്നാണ് ഓരോരുത്തരും അധികാരത്തിലെത്തുന്നത്, നേതൃനിരയിലേക്ക് എത്തുന്നത്. പക്ഷേ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പലതും മറന്നു പോകുന്നു, അവരെ ഓർമ്മിപ്പിക്കേണ്ടതായി വരുന്നു. ജനാധിപത്യം കൃത്യമായി തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കേണ്ടത്. അത് അധികാരത്തിലിരിക്കുന്നവർ ഓർക്കുകയും വേണം. തീർച്ചയായും സ്മിത, പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന്, നിലവിലെ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളോടുള്ള വിമർശനം M മുകുന്ദൻ കൃത്യമായി മുന്നോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ MT നടത്തിയ പരാമർശം, MTയുടെ വിമർശനം, അതിനെ കൃത്യമായ രീതിയിൽ തന്നെ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണ് M മുകുന്ദൻ. ഇന്ന് KLF വേദിയിൽ അദ്ദേഹത്തിന്റെ M മുകുന്ദന്റെ തന്നെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. M സ്വരാജിനൊപ്പമായിരുന്നു M മുകുന്ദൻ ഈ ഒരു ചർച്ചയ്ക്ക് എത്തിയത്. ഈ ചർച്ചയുടെ വേളയിലാണ് ഈ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ടുള്ള, ഈ നോവലിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം M സ്വരാജ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഈ ചോരയേക്കാൾ, ഒരു തുള്ളി ചോരയ്ക്ക് കിരീടത്തെക്കാൾ വിലയുണ്ട് എന്നുള്ള പുസ്തകത്തിലെ പരാമർശം മുന്നോട്ട് വെച്ചുകൊണ്ട് M സ്വരാജ് ഒരു ചോദ്യം ഉന്നയിക്കുന്നു. ഈ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ടാണ് M മുകുന്ദൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തൻ്റെതായ അഭിപ്രായങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്, വിമർശനം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് കിരീടങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ്. ചോരയ്ക്ക് പ്രാധാന്യമുള്ള കാലഘട്ടമല്ല ഇത്, മറിച്ച് കിരീടങ്ങൾക്കാണ് പ്രാധാന്യം. ഒപ്പം തന്നെ അധികാരത്തിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അധികാരത്തിന്റെ രുചി അവരറിയുന്നു. അതിനാൽ തന്നെ ഈ സിംഹാസനങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങാൻ അവർ മടിക്കുന്നു. അതായത് കൃത്യമായ രീതിയിൽ അധികാര കേന്ദ്രങ്ങളെ വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് M മുകുന്ദന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിന് ഏറ്റവും പ്രസക്തി ഉണ്ടാകുന്നത് MT ഈ KLFന്റെ വേദിയിൽ തന്നെ
മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് നടത്തിയ ഒരു പ്രസ്താവനയുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് അന്നും ഈ അധികാര കേന്ദ്രങ്ങളെ കുറിച്ച് വ്യക്തിപൂജയൊക്കെ കുറിച്ച് ഒക്കെയായിരുന്നു MTയുടെ വിമർശനം. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം M മുകുന്ദന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ വേദിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഇതിനെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തുകയാണ് M മുകുന്ദൻ. അഭിജിത്ത് വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തന്നെയാകണം അദ്ദേഹം തന്റെ വിമർശനം എല്ലാ ഭരണാധികാരികൾക്കും ബാധകമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. വി എ ഗിരീഷും അഭിജിത്ത് മുഴക്കുന്നുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.